ബീഹാറിലാണായിരിക്കുന്നത്. ബീഹാറിൽ ഞങ്ങൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലാണായിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഫേമസ് ഡിഷാണ് ക്യാരറ്റ് ഹൽവ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ചുമന്ന ക്യാരറ്റാണ്. നമ്മുടെ നാട്ടിൽ കിട്ടിയാല ഈ ഒരു ഭാഗത്ത് മാത്രം, നോർത്ത് ഇന്ത്യയിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതയാണ് ചുമന്ന ക്യാരറ്റ് കിട്ടും. ആ ചുമന്ന ക്യാരറ്റ് കൊണ്ടാണ് ഈ ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ശരിക്ക് അരിഞ്ഞ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മിൽക്ക് ആഡ് ചെയ്ത് അങ്ങനെ അത് ചൂടാക്കിയെന്ന് തോന്നുന്നു അല്ലേ? ചൂടാക്കിയില്ലേ? ബോയിൽ ചെയ്തതിന് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് റെഡിയാക്കണം. 1-2 പ്രോസസ്സും കൂടിയുണ്ട്. ആ പ്രോസസ്സും കൂടി കഴിഞ്ഞാണ് ഈ ഒരു വഴട്ടിയെടുത്ത് ഇതിനെ എന്നാ പറയുന്നത്, വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് ഇത് ഹൽവ ആയിട്ട് മാറുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് ഞങ്ങളായിരിക്കുന്നത്. ശ്രമകരമായ ഒരു കാര്യമാണ്. നാളെ രാവിലത്തേക്കാണ് റെഡിയാകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് തലേ ദിവസം റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രിപ്പറേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ആൻഡ് സീ. നാളെ ഇതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് കാണാം. ഓക്കെ, ബൈ. നമസ്കാരം. ഇന്നലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ല ഒന്നാന്തരം ക്യാരറ്റ് ഹൽവ റെഡി ആയിരിക്കുകയാണ്. ക്യാരറ്റ് ഹൽവ റെഡിയായി കഴിയുമ്പോൾ, ഇന്നലെ നമ്മൾ വളരെ ലൂസായിട്ടുള്ള ഒരു രീതിയിലാണ് കണ്ടതെങ്കിൽ ഇന്ന് നല്ല ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയിലാണ് കാണുന്നത്. ഇതാണ് ക്യാരറ്റ് ഹൽവ. ഇതിൻ്റെ അകത്ത് പ്രധാന ഇൻഗ്രീഡിയൻസ് പറയുന്നത് റെഡ് കളറിലുള്ള ഒരു ക്യാരറ്റ്, അതുപോലെ മാത്രം ലഭ്യമാകുന്ന ഒരു ക്യാരറ്റാണ്. അതിനോടൊപ്പം ഇതിൻ്റെ അകത്ത് കാഷ്യൂ ചേർക്കുന്നുണ്ട്, ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെയുള്ളത് മിൽക്ക്, ഷുഗർ ഇവയെല്ലാം ആഡ് ചെയ്ത് ഇളക്കി ഏറെ നേരത്തെ ശ്രമകരമായ ഒരു പരിശ്രമത്തിന് ഫലമായിട്ടാണ് ഇതുപോലെ ആക്കി തീർക്കുന്നത്. അങ്ങനെ ആക്കി തീർക്കുമ്പോൾ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് അപാരമാണ്. ഇത് ഞാൻ കഴിക്കാൻ പോവുകയാണ് ഇന്ന് രാവിലെ. ഇത് എനിക്ക് വേണ്ടി ഇന്ന് രാവിലെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗിഫ്റ്റ് പോലെ എനിക്ക് ഇവർ പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്നതാണ്. സ്നേഹപൂർവ്വം ഞാൻ ഇവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുകയാണ്. ബീഹാറിൽ നിന്ന് ഫാദർ പോൾ. താങ്ക് യു.